NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ഒരു പ്രസ്താവന നടത്തി. അതായത് VD സതീശൻ തന്നെ കാണാൻ സമ്മതിച്ചില്ല, 5-6 വട്ടം ഫോൺ വിളിച്ചിട്ടും എടുത്തില്ല, നേരിട്ട് കാണാൻ സമ്മതിച്ചില്ല. പിണറായി വിജയൻ ആയിരുന്നെങ്കിൽ തനിക്ക് ഒറ്റ വിളിയിൽ ഫോൺ എടുത്തേനെ, അല്ലെങ്കിൽ തിരിച്ച് റിപ്ലൈ തന്നേനെ എന്നുള്ള രീതിയിലൊരു പ്രസ്താവന ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ജി സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും ഒക്കെ ഒരു സമുദായത്തിൻ്റെ ഉയർന്ന നേതാവാണെന്ന് പറഞ്ഞിരിക്കുന്നെങ്കിലും അവർ തമ്മിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും തോന്നുന്നില്ല. രണ്ടുപേരും ഒരേ തൂവൽ പക്ഷികൾ പോലെയാണ് തോന്നുന്നത്, അല്ലേ? അതായത് ഒരിടയ്ക്ക് വരെ മുഖ്യമന്ത്രി VD സതീശനെ, അല്ലെങ്കിൽ VD സതീശൻ എന്ന കോൺഗ്രസ്സുകാരനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ള 2 പേരാണ് ഇപ്പോൾ പറഞ്ഞ ജി സുകുമാരൻ നായരായാലും അല്ലെങ്കിൽ SNDPയിലെ വെള്ളാപ്പള്ളി നടേശനായാലും. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഒരു സമയത്ത് VD സതീശൻ പറയുന്നുണ്ടായിരുന്നു, ഒരാളുടെയും കാല് പിടിച്ചുള്ള വോട്ട് ഞങ്ങൾക്ക് വേണ്ട, അല്ലെങ്കിൽ വർഗീയ പാർട്ടികളോട് നോ കോംപ്രമൈസ്, അല്ലെങ്കിൽ അവരെ സമീപിച്ച് ഞങ്ങൾ ജയിക്കാൻ ശ്രമിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫോളോ അപ്പ് തന്നെയാണ് ഇപ്പോഴും അദ്ദേഹം തുടരുന്നത്. ഇപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് ചർച്ചയിൽ പറഞ്ഞിരുന്നു, അതായത് ഏത് സംഘടനയിൽപ്പെട്ട ആൾക്കാരായാലും മുഖ്യമന്ത്രിയെ കാണുന്നതിന് പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നുമില്ല, അതിന് അനുവദിക്കുകയും ചെയ്യും. ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയിലെ നേതാക്കൾ വന്ന് കണ്ടതിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ച CPI നേതാക്കളുടെ വിമർശനവും കാര്യങ്ങളും എല്ലാം നമ്മൾ കണ്ടതാണ്. ഇവരെ അങ്ങോട്ട് ചെന്ന് കാണണം എന്നുള്ള ഒരു വാശി അല്ലെങ്കിൽ ശാഠ്യത്തിൻ്റെ പേരിലാണ് ഇവിടെ ആ ഒരു ഈഗോ ഉയരുന്നത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ഇത് തരത്തിലൊരു സമുദായ നേതാവ് അല്ലെങ്കിൽ സമുദായ നേതാവ് ഇത്തരത്തിൽ വെല്ലുവിളിക്കുന്നതെന്ന് ഓർക്കണം. ഇതിനു മുമ്പ് VD സതീശൻ ജയിക്കില്ല, അല്ലെങ്കിൽ VD സതീശന് പിന്തുണ ഉണ്ടാവില്ല എന്നെല്ലാം പറഞ്ഞിരുന്ന 2 പേരാണ് ഇവർ. അപ്പോൾ VD സതീശൻ ജയിച്ചതിലും അല്ലെങ്കിൽ കേരളത്തിൽ മുഖ്യമന്ത്രിയായാലും ഏറ്റവും കൂടുതൽ അസഹിഷ്ണുത വെച്ച് പുലർത്തുന്ന 2 പേരാണ് ഈ സുകുമാരൻ നായരായാലും വെള്ളാപ്പള്ളി നടേശനായാലും. കാരണം ഇവരുടെ ഒന്ന് കാല് പിടിക്കാനോ അല്ലെങ്കിൽ അവരുടെ അടുത്ത് സന്ദേശ സംഭാഷണത്തിനോ ഒന്നും ഒരിക്കലും ഇദ്ദേഹം പോയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പ്രോപ്പർ ചാനലിലൂടെയാണ് മുഖ്യമന്ത്രിയായിട്ടുള്ള ഒരു അപ്പോയിൻമെൻ്റ് എടുക്കുന്നത്. അതായത് PA വിളിക്കുന്നു, അല്ലെങ്കിൽ ഇന്ന ഒരു സമയത്തേക്ക് ഒരു അപ്പോയിൻമെൻ്റ് എടുക്കുന്നു, വന്നു ചെന്ന് കാണുന്നു, അതാണ് പ്രോസസ്സ്. പക്ഷേ പെരുന്നയിലേക്ക് അല്ലെങ്കിൽ SNDPയുടെ ആസ്ഥാന മന്ദിരത്തിലേക്ക് ചെന്ന് കാണണം, മുഖ്യമന്ത്രി ചെന്ന് കാണണമെന്നാണ് ഇരുവരുടെയും ആഗ്രഹം. അതാണ് ഇപ്പോൾ അതിനെ പറഞ്ഞ പോലെ ഒരേ തൂവൽ പക്ഷികൾ അല്ലെങ്കിൽ ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളെന്ന് ഈ ഒരു ജി സുകുമാരൻ നായരെയും അല്ലെങ്കിൽ SNDP ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശനും സൂചിപ്പിച്ചിരുന്നു. ജി സുകുമാരൻ നായർക്കെതിരെ നമ്മുടെ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയും അതുപോലെ തന്നെ ഉപരാഷ്ട്രപതിയായ രാധാകൃഷ്ണനും വന്നിരുന്നു. അതായത് NSSന്റെ മൊത്തം ഒരു വ്യക്തി അദ്ദേഹമാണ്, അതായത് NSS തൻ്റെ തലയിലിരിക്കുകയാണ്, താനാണ് എല്ലാത്തിനും ഉയർന്നു നിൽക്കുന്നതെന്നൊരു ചിന്ത ജി സുകുമാരൻ നായർ കൊണ്ട് എന്ന് ഇവർ പറഞ്ഞിരുന്നു. അതിനെതിരെയും ഇന്ന് സുകുമാരൻ നായർ മറുപടി പറയുന്നുണ്ട്. അതായത് കേന്ദ്രമന്ത്രി അല്ലാതെ സുരേഷ് ഗോപി വിചാരിച്ചാലൊന്നും NSSനെ തകർക്കാൻ സാധിക്കില്ല എന്നും, അതേപോലെ അമ്മ സംഘടനയിൽ പോയി ശരിയാക്കൂ എന്ന്. ഇവിടെ കേന്ദ്രമന്ത്രി ആയില്ല, സുരേഷ് ഗോപി ആയാലും രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതി ആണെങ്കിലും NSSനെയും NSS സംഘടനയും അല്ല പറഞ്ഞത്, ജി സുകുമാരൻ നായർ എന്നൊരു വ്യക്തിയല്ലേ. അപ്പം അദ്ദേഹം പറഞ്ഞ ഈ ഒരു തകർക്കാൻ ശ്രമിക്കുന്നത്, NSSനെ തകർക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞത് ഒരു ബന്ധമില്ലാത്തൊരു കാര്യമായി പോയില്ലേ. ഈ BJP നേതാക്കൾ ഈ NSSന് എതിരെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, പശ്ചിമബംഗാൾ ഗവർണറായിരിക്കെ CV ആനന്ദ ബോസിന് ഈ പെരുന്നയിൽ NSSൽ സന്ദർശിക്കാൻ ഒരു അനുമതി നിഷേധിക്കുകയുണ്ടായി. അതിൽ ചൊടിച്ചാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആയാലും അല്ലെങ്കിൽ ഉപരാഷ്ട്രപതി ആയാലും NSSനെതിരെ വന്നിരിക്കുന്നത്. അല്ലാത്ത പക്ഷം ഒന്നും NSSനെതിരെയോ അല്ലെങ്കിൽ SNDPക്കെതിരെയോ ഒരു പരോക്ഷമായോ പ്രത്യക്ഷമായോ ഒരു വെല്ലുവിളിയോ അല്ലെങ്കിൽ ആരോപണം ഉയർത്തലോ BJP നേതാക്കളിൽ നിന്നും ഉണ്ടായിട്ടില്ല. ഒരു വിഭാഗം വരെ ഈ ഒരു SNDPയിലും NSSലും ഉണ്ട് BJP സപ്പോർട്ട് ചെയ്യുന്ന കുറച്ചധികം വ്യക്തികൾ. പക്ഷെ അവർക്ക് കൂടി ഡാമേജ് വരുന്ന രീതിയിലായി പോയി ഇപ്പോൾ ഇവർ 2 പേരും നടത്തിയ ആ ഒരു പരോക്ഷ വിമർശനം. ഇത് ഡയറക്റ്റ് NSSനെ ആക്രമിച്ച പോലെ, പരോക്ഷമെന്നല്ല ശരിക്കും ഡയറക്റ്റ് ആക്രമിച്ച ഒരു അവസ്ഥയിലായിപ്പോയി. ഇപ്പോൾ NSSൽ പെരുന്നയിൽ അനുമതി നിശ്ചയിച്ചതിനെ തുടർന്ന് അവർ ഡൽഹിയിൽ പുതിയൊരു NSSന്റെ പുതിയൊരു ഓഫീസ് മന്ദിരം തുറക്കുക, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടാണ്
സുരേഷ് ഗോപിയും ഉപരാഷ്ട്രപതിയും ഇതുപോലെ ഒരു വിമർശനം ഉന്നയിക്കുക തന്നെ ഉണ്ടായത്. ഈ ഒരു വഴക്കിൽ മറ്റൊരാൾക്ക് അല്ലെങ്കിൽ പുറത്തു നിന്ന് ഒരാൾക്ക് അഭിപ്രായം പറയേണ്ട ഒരു ആവശ്യമില്ല. അതായത് അവർ തമ്മിലുള്ള ഒരു എന്താ പറയുക, ഒരു കലഹം അത് ഒരുപക്ഷെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ സമവായത്തിൽ എത്താനും സാധ്യതയുണ്ട്. കാരണം NSS അല്ലെങ്കിൽ SNDP ഇല്ലാതെ അല്ലെങ്കിൽ BJP നേതാക്കളുടെ ഒരു സപ്പോർട്ടില്ലാതെ, ഈ ഒരു പരസ്പര സപ്പോർട്ടില്ലാതെ രണ്ടുപേർക്കും മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു അഭിപ്രായ ഭിന്നത കാര്യമാക്കേണ്ടതില്ല. കാരണം അതിൽ കൈകടത്തുകയോ അല്ലെങ്കിൽ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. ഇപ്പം നിലവിൽ നമ്മൾ പറയുകയാണ് BJP-ക്കാർ NSS-നെതിരെ ഓപ്പോസിറ്റ് വന്നു, അതാണ് അങ്ങനെ ഒരു വിമർശനത്തിൽ മുതിർന്നാൽ നാളെ ഇവർ രണ്ടുപേരും ഒറ്റക്കെട്ടായി പറയുകയാണ് ഞങ്ങൾ തമ്മിലൊരു പ്രശ്നവുമില്ല, വെറുതെ ഞങ്ങൾക്കെതിരെ കൂട്ടായ ഒരു ആക്രമണത്തിന് തന്നെ മുതിരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിനെതിരെ സംസാരിച്ച നമ്മളാരായി, അല്ലെങ്കിൽ ഇതിനെതിരെ സംസാരിക്കുന്ന മറ്റുള്ളവരാരായി, ശരിക്കും മണ്ടന്മാർ തന്നെയാവുന്നതാണ്. അപ്പോൾ അതിനെ ഇതിൻ്റെതായിട്ടുള്ള ഒരു പ്രാധാന്യത്തോടെ പതുക്കെ ഒരു സൈഡിലൂടെ ഒഴിവാക്കി വിടുക എന്നുള്ളതാണ്. പക്ഷേ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള സുകുമാരൻ നായരുടെ ആ ഒരു പരാമർശം ഒരു കാരണവശാലും തള്ളിക്കളയാൻ കഴിയുന്നതല്ല. ഇതിനു മുമ്പും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ, പിണറായി വിജയൻ ആയിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെയൊന്നും ചെയ്യില്ല, അദ്ദേഹത്തിന് ഡയറക്റ്റ് കാണാനുള്ള അനുമതി കാര്യങ്ങളെല്ലാം നൽകും, അതുകൊണ്ട് ഇത് പിണറായി വിജയനാകട്ടെ അതിനുള്ള മുഖ്യമന്ത്രിമാരാകട്ടെ ഇവരൊന്നും NSS-നെ അകറ്റിയിട്ടില്ല. പക്ഷേ വി.ഡി. സതീശൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഒരാൾക്കും വിധേയപ്പെട്ടോ അല്ലെങ്കിൽ ഒരാളുടെ നിലപാടുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരാളുടെ അഭിപ്രായങ്ങൾക്ക് വേണ്ടി മാറ്റേണ്ടതാണ് ഞങ്ങളുടെ നിലപാട് എന്ന് അംഗീകരിക്കുന്നില്ല അദ്ദേഹം. കാരണം അദ്ദേഹം എന്താ പറയുക, ഒരു മതേതരത്വമോ അല്ലെങ്കിൽ സമത്വമോ എല്ലാം വെച്ച് പുലർത്തുന്ന ഒരു വ്യക്തിയാണ്. ഒരു മുഖ്യമന്ത്രി എന്നതിൽ അപേക്ഷിച്ച് ഒരു എല്ലാവർക്കും ഒരു തുല്യമായിട്ടുള്ള ഒരു ബഹുമാനം കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിത്വം എന്നുള്ള വ്യക്തിത്വത്തിന് ഉടമയാണ് നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. അപ്പോൾ അദ്ദേഹത്തിനെ വിമർശിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു സംഘടനയ്ക്കെതിരെയും വിമർശനം വന്നില്ലെങ്കിലാണ് അത്ഭുതം. ഇപ്പൊ സുകുമാരൻ നായർ പറഞ്ഞു, ഇനി തനിക്ക് അവരെ കാണാൻ, എനിക്ക് മുഖ്യമന്ത്രി ഇനി കാണണ്ട, മുഖ്യമന്ത്രി ഇനി തന്നെ കാണാൻ വന്നാലും തനിക്ക് ഇനി കാണാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ ഒരു പ്രസ്താവന നടത്തി. അത് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടാണ്. ചിലപ്പോൾ വി.ഡി. സതീശന് സുകുമാരൻ നായരിനെ കാണേണ്ട ആവശ്യം ഒന്നും വരേണ്ടി വരത്തില്ല. പക്ഷെ സുകുമാരൻ നായറിന് അല്ലെങ്കിൽ NSS എന്ന സംഘടനയ്ക്ക് ഈ മുഖ്യമന്ത്രിയെ കാണാതിരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുമോ? അതായത് ഒരു ആവശ്യം ഉണ്ടാവത്തില്ലേ അവർക്ക് എന്തെങ്കിലും? ഇപ്പോൾ നമ്മൾ കണ്ടതാണ്, കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് ശേഷം ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ അടുത്തും അല്ലെങ്കിൽ NSS-ലും എല്ലാം ചെന്ന് നേരിട്ട് ചെന്ന്, അതായത് തങ്ങൾക്ക് നൽകിയ പിന്തുണയ്ക്ക് നന്ദി അർപ്പിക്കുകയും അല്ലെങ്കിൽ അവരുമായിട്ടുള്ള സൗഹൃദപരമായിട്ടുള്ള കൂടിക്കാഴ്ചകളെല്ലാം നമ്മൾ കണ്ടതാണ്. അതിനെ മറ്റൊരു രീതിയിൽ വിമർശിച്ചവരും സമൂഹത്തിൽ തന്നെയുണ്ട്. അപ്പോൾ ഈ രണ്ട് സംഘടനകൾക്കും വിധേയരാവാത്ത പക്ഷം ഈ ഒരു ഇവരുടെ രണ്ടുപേരുടെയും ജൽപ്പനങ്ങൾ ശരിക്കും പറഞ്ഞാൽ ചെവിക്കൊള്ളേണ്ടതില്ല. ശരിക്കും അവരുടേതായിട്ടുള്ള വ്യക്തി താല്പര്യമോ അല്ലെങ്കിൽ ആ സംഘടനയുടേതായിട്ടുള്ള താല്പര്യങ്ങൾക്കോ അനുസരിച്ച് ഈ മുഖ്യമന്ത്രിയെ കാണാൻ അല്ലെങ്കിൽ കാണാതിരിക്കാം. അല്ലെങ്കിൽ എനിക്ക് മുഖ്യമന്ത്രിയെ കാണുന്നത് ഇഷ്ടമല്ല, മുഖ്യമന്ത്രിയുടെ ഫോട്ടോ കാണുന്ന പോലും എനിക്ക് ഇഷ്ടമല്ല എന്നുള്ള രീതിയിൽ ഒഴിവാക്കി വിടുകയാണെങ്കിൽ അദ്ദേഹം അവിടെ ഇരുന്ന് പറയുകയുള്ളൂ. അതിന് ഇപ്പോൾ ആരെയും അങ്ങനെ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അദ്ദേഹത്തിന് ഒന്നില്ലെങ്കിൽ ഇപ്പൊ ചിലർ പറയല്ലേ എനിക്ക് അവനെ കാണാൻ ഇഷ്ടമല്ല, അവനോടുള്ള കൂട്ടുകെട്ടി, അതുപോലുള്ള ചെറിയൊരു ജൽപ്പനം അല്ലെങ്കിൽ ചെറിയൊരു കുട്ടിയുടെ ജൽപ്പനം പോലെ ജസ്റ്റ് ഒഴിവാക്കി വിടുക. ഇതുപോലെ സുകുമാരൻ നായരുടെ ഇതുപോലെ ചെറിയ ചെറിയ കുശുമ്പുകൾ അല്ലെങ്കിൽ ഈഗോകൾ ഒഴിവാക്കി വിടുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ. അതിനെ ഊതിപ്പെരിപ്പിച്ച് വലിയ ഇപ്പോൾ മുഖ്യമന്ത്രി ഈ ഒരു NSS ബഹിഷ്കരിക്കുകയാണ്, NSS-ന് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ പെരുപ്പിച്ച് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ പതുക്കെ ബഹിഷ്കരിച്ച് വിടുക അല്ലെങ്കിൽ ഒഴിവാക്കി വിടുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്.